ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലിൻ്റെ റിപ്പോർട്ടുമായിട്ടാണ് റോയിട്ടേഴ്സ് പുറത്ത് വിട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് കാനഡയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ CSISൻ്റെ വൈസ് പ്രസിഡന്റ് വനേസ ലോയിഡ് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗുരുതരമായ വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ ഒരു ഗുരുതരമായ ആരോപണം എന്ന് തന്നെ പറയേണ്ടി വരും. അടുത്ത മാസമാണ് കാനഡയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ 28-നാണ്. ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇന്ത്യയും റഷ്യയും ചൈനയും ചേർന്ന് സംയുക്തമായി നീക്കം നടത്തുന്നു എന്നാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ. ഇന്ത്യയും റഷ്യയും നേരത്തെ മുതൽ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാനുള്ള നീക്കം തുടങ്ങിയിരുന്നു. ഇന്ത്യക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുകൂടി ഈ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ പറയുന്നു. ഒപ്പം ചൈന AI ടൂളുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. ഏതായാലും ഈ കാനഡയിൽ നടക്കുന്ന ഈ അജ്ഞാതരുടെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയുടെ റോയും അതുപോലെ തന്നെ റഷ്യൻ ചാരസംഘടനകളുമാണെന്ന് നേരത്തെ തന്നെ കാനഡ ആരോപിച്ചിരിക്കുന്നു. ഇപ്പോൾ അതീവ ഗുരുതരമായ ആരോപണമാണ്. തങ്ങളുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായി ചൈനയും റഷ്യയും ഇന്ത്യയും കൈകോർക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ, അതായത് CSISൻ്റെ വൈസ് പ്രസിഡന്റ് വനേസ ലോയിഡ് പറഞ്ഞിരിക്കുന്നത്. റോയിട്ടേഴ്സാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾ കാനഡ ഉയർത്തുന്നുണ്ട്. കാനഡയിൽ അടുത്ത മാസം തെരഞ്ഞെടുപ്പാണ്. ഏതായാലും ആ തെരഞ്ഞെടുപ്പിന് ശേഷം എന്താകും കാനഡ പറയുന്നതെന്ന് അറിയാനാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ നിലവിൽ അവിടുത്തെ ഭരണകൂടം ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമികൾ തന്നെയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. ഏതായാലും ഒരു ഗുരുതരമായ ആരോപണമാണ്. അതിൽ മറ്റ് രാജ്യങ്ങൾ കൂടി ഇടപെടണമെന്നുകൂടി കാനഡ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.